എന്താ ഫോൺ എടുക്കാത്ത തെറ്റിയതാണോ? ഹലോ എടാ, എനക്ക് ജംഷി വിളിച്ചിരുന്നില്ലേ? എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഞാൻ മുടക്കിക്കണു. ഇക്ക് ഈ ഇല്ലാതെ പറ്റൂല. ഞാൻ അന്നല്ലാതെ വേറെ ആരും കല്യാണം കഴിക്കൂല. അത് ഞാൻ അപ്പത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. പിന്നെ ആലോചിച്ചിട്ട് ഈ അല്ലാതെ വേറെ ആരും എന്റെ ജീവിതത്തിൽ പറ്റൂല. ഞാൻ എന്നെ തന്നെ കല്യാണം കഴിക്കോളൂ. പീടികയിൽ പോയി ഒരു സാധനം ഇല്ല ഇതിന്റെ ഉള്ളിൽ. എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങട്ടെ. ഈ പെണ്ണെന്താ ഈ പൊന്തേല് വന്നിട്ട് ഫോൺ വിളിച്ചു? നാളെ എപ്പോ? സത്യമായിട്ട് വരുവോ? സോറിയടാ. എന്നാ ശരി. എന്നാ ഞാൻ നാളെ വരാം. ആയിക്കോട്ടെ. സമാധാനായി. റൂബിയേ, താത്ത ആർക്കാടി ഇങ്ങനെ വിളിക്കണത്? അതിന്റെ കൂട്ടുകാരത്തി വിളിച്ചതേന്നേ, ഒരു പുസ്തകത്തിന്റെ കാര്യം പറയാൻ വേണ്ടീട്ട്. അതാ. നിങ്ങള് എവിടക്ക് പോണ്? ഞാനെടി പീടിയേക്കാണ് സാധനം വാങ്ങാനേ. ഞാൻ പോണ വഴിക്ക് ഇപ്പൊ ഇജ്ജെന്തപ്പോ ഈ പൊന്തയിൽ നിക്കണ് വിചാരിച്ചു. അത് ഞാൻ എന്നെ വിളിച്ചു നോക്കിയത്. എന്നാ നടക്കട്ടെ. ഞാൻ പീടിയേക്ക് ഓട്ടട്ടാ. ആയിക്കോട്ടെ എന്നാല്. എന്നാ ശരി. പെണ്ണ് കണ്ണി കണ്ട ആണുങ്ങൾക്ക് വിളിച്ചേക്കാര് ഈ പൊന്തയിലൊക്കെ വന്ന് നിന്നിട്ടേ. നമ്മളെന്തതൊന്നും കാണാത്ത. ഓളമ്മ എന്താണ്, ഓള് മുന്തിയ സാധനാണ്. എന്റെ അമ്മക്കെല്ലാം അറിയുള്ളൂ. തൊള്ളൊക്കെ വന്ന് കേറാൻ കൊണ്ട് സമയം. പടച്ചോനെ, ഫോൺ വിളിക്കണൊക്കെ കേട്ടിക്കണോ? എവിടെ വന്നിന്നാല് സ്വസ്ഥതയിൽ നിന്ന് സംസാരിക്കാൻ പറ്റൂലല്ലോ. അതിന് വേണ്ടിട്ട് നീ പൊന്തേക്ക് വന്നത്. അപ്പിട്ട് അതും പറ്റൂല. ഇല്ലാത്തൊരു തള്ള. എന്തായാലും സമാധാനായി. ഒന്ന് പോയാലെന്താ, ഒന്നിന് കിട്ടുമല്ലോ. ഇവനും പൂത്ത പൈസയാണെന്നല്ലേ ഓള് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഞാൻ ഇവനെ ഒഴിവാക്കാം? ഷാഫിക്കല്ല എന്നെ വേണ്ടായുള്ളൂ, എനിക്ക് എന്നെ വേണല്ലോ. ജംഷിക്ക് എന്തായാലും വിളിച്ചൊന്ന് പറയട്ടെ. എന്ത് കാറ്റാന്ന്. ഹലോ ജംഷിയെ, എന്താ മോളെ എങ്ങോട്ട് വിളിക്കൊന്നും ചെയ്യാത്തിപ്പോ? സന്തോഷൊക്കെ ഉണ്ട്. ഞാൻ സുഹൈലിന് വിളിച്ചെടി ഇപ്പോ. എന്താ കൊറച്ചേരൊക്കെ എന്നോടൊന്ന് സംസാരിക്കാതൊക്കെ നിന്ന്. പിന്നെ ഓനക്കും താല്പര്യക്കുറവൊന്നുമില്ല. ഓനോട് പറഞ്ഞു നാളെ എന്നും കാണുന്ന സ്ഥലത്ത് വെച്ചിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഊളികപ്പൂതി എവിടെയാണ് ഈ കുട്ടി വെച്ചിരിക്കുന്നത്? ഈ റൂബി പെണ്ണ് ഇതാർക്കും ഇങ്ങനെ ഫോൺ വിളിച്ചത്? കൊറേ നേരമല്ലോ. കൊറേ അവിടെ നിക്കും, കൊറേ ഇവിടെ നിക്കും. ആരോടാണ് ഈ പറയണത്? കേക്കൊന്നുമില്ല. എന്തായാലും നാളെ കാണാൻ നമുക്ക്. ഞാനല്ല, ഓനല്ലാതെ വേറെ ആരും കിട്ടൂല. എനിക്ക് ഓനെ വേണം. അല്ലാതെ ശരിയാവൂല. ഇനി ഓൻ വിളിക്കുകയാണ് എന്നോട് ചെല്ലാൻ പറയാന്ന് വെച്ചാല് ഞാൻ എന്തായാലും ഇറങ്ങി പോവും ഓന്റെ കൂടെ. ആരിപ്പോ പോവുന്നൊക്കെയാണല്ലേ ഈ പെണ്ണ് പറയണത്? ആരോടാണിപ്പോ? പെണ്ണ് കൈവിട്ട് പോണ ലക്ഷണമൊക്കെ കാണാണ്ട് തോന്നുന്നു. മറ്റേ ഷാഫി പോയേന് ഇങ്ങനെ സങ്കടപ്പെട്ട് നിന്നത് ഇല്ലാത്തൊരു പെണ്ണല്ലേ.
സാബിറ, 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 എന്താണ് നിങ്ങക്ക് വേണ്ട? എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിളിച്ചാലറിഞ്ഞത്? എന്താണ്? എന്റെ ഗുളികപ്പൊതി അവിടെ ഒന്നും കാണാല്ലേ? ഇതൊന്ന് നിർത്താട്ടിക്ക വന്നിട്ട്. എന്താ നിങ്ങളെ പുന്നാര മകളാ നിർത്തന്ന് പോയില്ലേ? അല്ല, ഇനിയിപ്പോ ഓള് ഒളിച്ചോടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് ഇനി ആരെ ഒളിയും മരുന്നൊക്കെ എടുത്തു തരിക? എല്ലാരും കൂടി ഓളെ കല്യാണം കഴിപ്പിച്ചാ നടക്കുകയാണല്ലോ. ഇജി സെമീറാനെ ഈ നോക്കണ നേരെ എന്റെ മകളൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. എന്റെ മകൾ എപ്പോഴാ കൈവിട്ട് പോവാന്ന് പറയാൻ പറ്റൂല. ഈ സെമീർ ആവൂല ഒളിച്ചോടും എന്റെ മകളേക്കാരം. ഇജി ശ്രദ്ധിച്ചോളുണ്ടു. എന്റെ മകൾ എന്തായാലും അങ്ങനെ ഒന്നും ചെയ്യൂല. ഞാൻ അങ്ങനെയല്ല ഓളെ വളർത്തിയിരിക്കണത്. ഞാൻ അസലായിട്ടേ നല്ല രീതിയിൽ തന്നെ എന്റെ മകളെ വളർത്തിയിരിക്കണത്. അല്ലാതെ സെമീറാന്റെ പോലെ ഒന്നും അല്ല എന്റെ മകള്. എന്റെ മകൾ അങ്ങനൊന്നും ചെജൂല. നമുക്ക് കണ്ടറിയാലോ. പിന്നെ ഇപ്പൊ ഇജ്ജ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എനിക്ക് നൊലോളിച്ചേണ്ടി വരും. ഞാനാ പറയണത്. നിന്റെ കുട്ടീനെ ഇജ്ജ് കൊറേ കണ്ണീര് ഉടുപ്പിച്ചല്ലേ. അപ്പൊ പിന്നെ ഇജ്ജ് അനുഭവിച്ചു വെച്ചിട്ട് ഉക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ പറയാണ്, ഒരു പെൺകുട്ടിയല്ലേ അത്. അതുകൊണ്ട് പറഞ്ഞതാ. ഞാൻ നോക്കിക്കോളാം എന്റെ മകളെ കാര്യം. പിന്നെ നൊലോളിച്ചല് ആര് പോകുമ്പോൾ അവിടുന്ന് നൊലോളിച്ചാന്നുള്ളത് ഞമ്മക്കൊന്ന് നോക്കാം. എന്റെ മകൾ എന്തായാലും അങ്ങനത്തെ ഒരു കാര്യം ചെയ്യൂല. നിങ്ങൾ ഏതോളം കാര്യം എന്താ വെച്ചാൽ നോക്കിക്കോളൂ. പിന്നെ ഉളികപ്പൊതി ഇജ്ജെടുത്തരൊന്നും വേണ്ട. ഞാൻ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ തപ്പി കുടിച്ചോണ്ട്. ഞാൻ അതും പറഞ്ഞിട്ട് ജിന്നിട്ട് തിരക്കിന് വരണ്ട. തിരക്ക് കൂടാൻ വെജ്ജ നിക്ക്. ഞാൻ അടുത്ത് തരാനും വരുന്നില്ല. ഒക്കെ അവനാന്റെ കാര്യങ്ങൾ അവനാൻ ചെയ്യാ. ഇനിയിപ്പോ ഓള് പോയി കഴിഞ്ഞാലും നിങ്ങളെ കാര്യങ്ങൾ എന്തായാലും ഞാൻ ചെയ്തു തരൂല. നിങ്ങൾ തന്നെ ചെയ്യണം. എന്ത് തൊള്ളത്? മനുഷ്യന്മാർക്ക് ഒരു സ്വസ്ഥത തരില്ല. ഞാൻ ചെയ്ത് മറ്റേ മറിച്ചത് തൊള്ള ജീവം നല്ല പോയി കെട്ടിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് അതിന്റെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെങ്ങനെ? അത് പോവോ? അത് പോവൂല. അത് ഇന്നെ കൊണ്ടേ പോവുള്ളൂ. അതാ ഈ പെരന്റെ ഉള്ളത്തെ ആൾക്കാരെ പോക്ക് അങ്ങണ്ടാണ്. എന്റെ കുട്ടി എന്നെ വരണ. ഇനിയിപ്പൊ ആ ഗുളികപ്പൊതിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇനി കല്യാണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആരോടാ പറയാ? ഇവിടൊക്കെ വന്നിരുന്നിട്ട് എത്ര ദിവസമായി. ഇങ്ങോട്ടൊന്നും വരലെന്നില്ല. പുറത്തേക്കൊന്നും ഇറങ്ങി നടക്കാൻ വെച്ച മനസ്സിന്. ഇന്ന് ഒരു ഒലർച്ച കാണാണ്ടാണെങ്കിൽ ഇന്ന് നല്ല വെയിലും ഉണ്ട്. സെമീറ വന്നിട്ടാണ് ആ നിസ്താര കുപ്പായൊക്കെ ഒന്നാണ് തിരുമ്പി ഇടിച്ചാൻ. ഇവിടെ ആരോട് പറയാനാ? ഇത് തിരക്കാണ് പീടികയിലൊക്കെ. എപ്പൊ പോയതാ ഞാന്? ആരപ്പാ ഇരിക്കണ്? സാബിറാന്റെ ഉമ്മല്ലപ്പോ. എന്താ ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരിക്കണ്? ഒന്നില്ലടി, ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്നതാ. ഇജ്ജ് എവിടുന്ന് വരുന്നേ? ഞാനേ പീടിയേക്ക് പോയതേന്നു. ഒരു സാധനവും ഇല്ല, പച്ചക്കറിയൊക്കെ. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയതാ. പീടികയിലാണെന്നുണ്ടെങ്കിലോ ഭയങ്കര തിരക്കുവാണ്. എന്നിട്ട് ഇപ്പൊ ഒക്കെ എല്ലാ സാധനങ്ങളും കിട്ടിയോ? ഒക്കെ വാങ്ങിയാണ്ട് പോന്ന്. കറിക്കൊന്നും കിട്ടിയിട്ടില്ല, ബാക്കിയൊക്കെ കിട്ടിയിരിക്കണ്. ഇനി കറിയൊക്കെ ആ മീൻകാരൻ വരും. അപ്പൊ എന്തേലൊക്കെ വാങ്ങണം വിചാരിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ പുറത്തേക്കൊന്നും കാണലില്ലല്ലോ. എപ്പോഴും ഈ തന്നെ ഇങ്ങനെ ഇരിക്കലാ? അല്ലടി, ഇജ്ജ് എന്താ ഇങ്ങോട്ടൊന്നും വരാത്ത്? കൊറേ ആയല്ലോ എന്നൊക്കെ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഇജ്ജൊന്നും ഇപ്പൊ വരൂല. ഒരാളും വരലില്ല വർത്താനത്തിനൊന്നിനും. ആദ്യൊക്കെ പിന്നെ ഇജ്ജെങ്കിലും വന്നിന്ന്. ഇപ്പൊ ഇജ്ജും വരുന്നില്ല. എന്താ ഇങ്ങോട്ടൊന്നും വരാത്തിപ്പോ? എന്ത് പറയാനാണ്? ഓരോരോ കാര്യങ്ങളേ. നിങ്ങളെ മരുമോളില്ലേ അവിടെ? ഉണ്ട്, അവിടെ ഒത്തുണ്ട്. ഓള് ഞാനും കൂടി ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഓള് ഇന്നേറ്റ് തെറ്റിക്കണ. ഇനി ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ഓള് അങ്ങോട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞ് ആ ചെക്കൻ കല്യാണം ആലോചിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു റൂബിന് എന്തായാലും പറ്റിയില്ലല്ലോ, സെമീറാനല്ലേ പറ്റിയത്. എന്നാ പിന്നെ ആ കല്യാണം നടത്തി കൊടുത്തൂടെ? അതെങ്കിലും പോയി കേച്ചിലായിക്കോട്ടെ. ഒരാളെ കല്യാണം കഴിഞ്ഞാൽ അതായില്ലേ. ഞാൻ അത് വിചാരിച്ചിട്ടാ പറഞ്ഞത്. പക്ഷെ ഓൾക്ക് അത് പറ്റിയില്ല. ഓൾ എന്നോട് പറഞ്ഞു ഇജ്ജ് ഓളെ ഭാഗാണ്, അങ്ങനെ ഇങ്ങനെയാണ്ട് കൊറേ ചാടി കളിച്ചിങ്ങാണ്ട് ഓളാണ് പോയി.
ഓളെ ആരും പറയാതിരിക്കാൻ നല്ല കുട്ടിയെ. ഓളെ സ്വഭാവമൊക്കെ അനക്ക് നന്നായിട്ട് അറിയില്ലേ. ഞാനും ആ കുട്ടി എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കഴിയണെന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടെണ്ണത്തിന് മാത്രമേ അറിയുള്ളൂ. എന്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യമൊക്കെ പോക്കാണ്. അതിന്റെ മുന്നേ ആ കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിന്ന് അതിന്റെ. എന്നാലും ഇപ്പൊ നിക്കൊരു സമാധാനം. ഞാൻ അതുകൊണ്ടൊക്കെ തന്നെ വരാത്ത. പിന്നെ ഓളെങ്ങനെ ചൊറിഞ്ഞ വർത്താനം കേൾക്കണം. പിന്നെ ആ ഒരു കുട്ടീനെ ഇങ്ങനെ പറയും. എന്തിനാ വെറുതെ നമ്മളും കൂടി അതിനെങ്ങനെ പറയുന്നത് വിചാരിച്ചിട്ടാണ് ഞാൻ വരാത്തത്. എന്നിട്ട് എവിടെ സെമീർ എടുക്ക പോയി? ഓള് ക്ലാസ്സിന് പോയിക്കണ്. റൂബില്ല ഇവിടെ? അവിടെ റൂബിനെ ഞാന് ആണ്ട് പീടിയൊക്കെ പോവാൻ നിക്കുമ്പോ കണ്ടീന്. ഇവിടെ നിന്ന് ഫോൺ വിളിക്കണുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആരാടി വിളിക്കണെന്ന് ചോദിച്ചു. കൂട്ടുകാരത്തിക്ക് വിളിച്ചതാണ്, ഒരു പുസ്തകത്തിന്റെ കാര്യം പറയാനെന്നും പറഞ്ഞു. ഓളൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ്. ഓളിനും പാത്തും പുറത്തൊക്കെ നടന്ന് ഫോൺ വിളിക്കണാണ്. എന്തൊക്കെയാ ഒരു പന്തിയോടൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ല കേട്ടോ. നിങ്ങക്ക് എന്നോടൊന്നും തോന്നരുതേ. ഞാൻ എന്തായാലും പോട്ടെ. ഇനിയിപ്പോ ഓളത് കണ്ടുകാണ്ട് നിന്നിട്ട് ഇനിയിപ്പോ അത് മതിയാവും. എന്നിട്ട് നിങ്ങക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഗുളിക മരുന്നൊക്കെ നേരത്തിന് കുടിച്ചോളി. ഗുളികയും മരുന്നൊക്കെ കുടിച്ചിട്ടുണ്ട് മോളെ. അതിനൊന്നും ഒരു കുറവുമില്ല. ആകെ ഗുളികയും മരുന്നും തന്നെ ഉള്ളു. തിന്നലും കുടിച്ചലൊക്കെ കുറവാണ്. ഇനിയിപ്പോ ആ പ്രഷറിന്റെ ഗുളിക ഒന്നും ഇപ്പൊ കാണാനില്ല. കവർ എവിടെയാണെന്ന് അറിയില്ല. ഇനിയിപ്പോ സെമീറ വരണ അത് എവിടെയാണ് നോക്കാന്. ഒക്കെ ശരിയാവും. നിങ്ങക്ക് ഒന്നാമത് ഈ ബേജാറ് ഒടുങ്ങിയിട്ടാണ് ആ പെണ്ണിന്റെ കാര്യത്തില്. ഒക്കെ റെഡിയാവും. കല്യാണം കഴിച്ചാല് പിന്നെപ്പോ എന്താ പ്രശ്നം? നിങ്ങളൊന്നും ബേജാറാവൊന്നും വേണ്ട. പിന്നെ സാബിറല്ലേ, ഓളെ കാര്യങ്ങൾ നോക്കൊന്നും വേണ്ട. ഓൾ ആദ്യം മുതൽ അങ്ങനെ തന്നെ അല്ലേ. ഒക്കെ ശരിയായിക്കോളൂ. ഓൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസം വരും. ഞാൻ എന്തായാലും ചെല്ലട്ടാ. ഇനിയിപ്പോ മീൻകാരപ്പോ വരും. മീൻ വാങ്ങണം. ആടി ഇന്ന് ചെല്ലുവോ? ഇപ്പൊ വരും മീനേറ്റ്. ഇവിടെ ഇനി മീൻ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരമാവും. ഓൻ പണിയേറ്റ് വരുമ്പോഴേ ഇനി മീനൊക്കെ കൊണ്ടുള്ളൂ. ചെല്ലെന്നാല്. എന്നായിക്കോട്ടെ എന്നാല്. ആ പെണ്ണ് നല്ല കാര്യം പറഞ്ഞു കൊടുത്ത അത് ഓൾക്ക് പറ്റൂല. ഓൾക്ക് എങ്ങനെ പറ്റും? ഓളെ മകളെ കല്യാണം അല്ലല്ലോ. പഠിച്ചോനെ, എന്തൊരു വിധിയാണിത്. എങ്ങനെയെങ്കിലും എന്റെ കുട്ടിയുടെ കാര്യം നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും ഇപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവും എന്നല്ലേ പറഞ്ഞത്. അധികം വൈകിക്കാനൊന്നും പറ്റൂല. ചോടാണെങ്കിൽ തിരുമ്പാൻ കിടക്കണം. ഇന്നാണെങ്കിൽ ഒരു വെയില് കാണാണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഫോൺ വിളിച്ചട്ടോ. വെറുതെ അല്ല എല്ലാരും എന്റെ നെഞ്ഞത്ത് ഇങ്ങനെ കേറുന്നത്. അതിനോട് ഞാൻ എന്റെ പിന്നാലെ തിരുമ്പാൻ കൂടാൻ പറഞ്ഞല്ലേ. പോയിട്ട് ആ ഒക്കെ ഒന്ന് സോപ്പും പൊടിയിൽ ഇട്ടേച്ചാ. ഇന്നാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിലും കാണാണ്ട്. ഇത്രയും ദിവസം പേരും മഴേന്. വേഗം ചെല്ല്. ഇങ്ങനെ ഫോൺ വിളിച്ച് ഇങ്ങോട്ട് ഇങ്ങനെ നടക്കണത്. ഇത് ആർക്കും ഇങ്ങനെ വിളിക്കണത്? അതിന്റെ കൂട്ടുകാരത്തിയാണ് ഉമ്മ. കൂട്ടുകാരത്തി ഓക്ക് പെരയില് വേറെ വിസരിച്ച് പണിയൊന്നും ഇല്ലേക്കാരല്ലേ. ഞാനത് വന്നോളം ഇങ്ങനെ പൊയ്ക്കോളി. ഒരു തിരുമ്പലും ഒലക്ക. നിങ്ങൾ ഓളെങ്ങനെ ഒഴിച്ചു വിട്ടിക്കണല്ലോ. എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. നിങ്ങള് മര്യാദക്ക് പോന്ന ജി. ഒരുത്തിനങ്ങനെ ഒഴിച്ചു വിട്ടിക്ക. അത് ഉമ്മാക്ക് ചെങ്ങായിരൊക്കെ ഒരു അടി കിട്ടിയപ്പോ നിന്റെ അമ്മ ഫ്ലാറ്റായി. ഇനിയിപ്പോ ഒന്നും അങ്ങോട്ട് പറയില്ലല്ലോ. സമീറയുടെയും ഷാഫിയുടെയും പ്രണയം ഇവിടെ ഇല്ലാതാവുമ്പോൾ റൂബിയുടെയും സുഹൈലിന്റെയും പ്രണയം ഇവിടെ പൂവിടുന്നു. ഇനി എന്തെല്ലാമാണ് ഇവിടെ റൂബി ചെയ്തു കൂട്ടുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.